ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്ന് അച്ചാച്ചൻ ഓഫാണ്. അപ്പം ഇപ്പോൾ കുറച്ച് സമയമൊക്കെ ആയി കേട്ടോ. ഞങ്ങൾ എണ്ണീറ്റു, ഒന്ന് ഫ്രഷൊക്കെ ആയി, എന്താ പറയുക, പുട്ടും കടലൊക്കെ കഴിച്ചു. ഇനിയിപ്പം നമുക്ക് അടുത്ത് കുറച്ച് പരിപാടി ഉണ്ട്. അപ്പം നമുക്ക് നാട്ടിൽ നിന്ന് കുറച്ച് വാട്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് വാട്ടുകപ്പയും ബീഫ് കറിയും. അപ്പോൾ ബീഫ് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അവരിപ്പോൾ കൊണ്ടുതരും. അപ്പോൾ അച്ചാച്ചനിപ്പോൾ ചെറിയൊരു മീറ്റിംഗ് ഉണ്ട്, അല്ലെങ്കിൽ പോയി മേടിച്ചേനായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. സാറക്കുട്ടി ഉറക്കാണ്. അവൾക്ക് ഇച്ചിരി പാലൊക്കെ കൊടുത്തിട്ട് അവിടെ ഒന്ന് സെറ്റാക്കി കിടത്തിയിട്ടുണ്ട്. അവൾ ഉറക്കം ഇതുവരെ എണ്ണീറ്റില്ല. ഇനിയിപ്പം ബീഫ് കൊണ്ടുവന്നിട്ടുള്ള പരിപാടിയേ ഉള്ളൂ. ഇതിപ്പോൾ കപ്പ ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്, അത് കുതിർന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ വെള്ളത്തിൽ ഇട്ടുള്ളൂ. പെട്ടെന്ന് വേവുന്ന നല്ല കപ്പയാണ്, എൻ്റെ വീട്ടിലെ കപ്പയാണ്. പിന്നെന്താ, അപ്പം നമുക്ക് നോക്കാം ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടാവുമെന്ന്. അപ്പോൾ ആദ്യം തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ച പാത്രങ്ങളും കാര്യങ്ങളും എല്ലാം ഒന്ന് കഴുകി വെക്കുക കേട്ടോ. അപ്പം കഴിക്കുന്ന പാത്രങ്ങളൊക്കെ അപ്പം തന്നെ കഴുകി വെക്കുകയാണെങ്കിൽ നമുക്ക് പണി കുറഞ്ഞു കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് ഗ്യാസ് ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നേ. എനിക്കെപ്പോഴും പറ്റുന്നൊരു കാര്യമാണ് കേട്ടോ, ഗ്യാസ് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച് എല്ലാം നല്ല സെറ്റപ്പാക്കി വെക്കുമ്പോഴത്തേന് അന്നേരം ഇപ്പം എന്തെങ്കിലും തിളച്ചിട്ട് നോക്കി അതിൻ്റെ മണ്ടയ്ക്ക് വീഴും. കൂടുതലും പാല് തന്നെയാണ് കേട്ടോ വീഴുന്നത്. ഞാനിങ്ങനെ നോക്കി നിന്നിട്ട് അതെൻ്റെ മുന്നിൽ കൂടെ പൊങ്ങി താഴോട്ടങ്ങ് പോകും. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ ഓർത്തപ്പോൾ ഇന്ന് ഗ്യാസും എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാം. കുറേ കടലക്കറിയുടെയും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യും കേട്ടോ. അപ്പോൾ അതിങ്ങനെ കൂട്ടി അന്ന് വൃത്തികേടാക്കിയൊന്നും വെക്കത്തില്ല. എപ്പോഴാണോ തീരെ പറ്റാതെ മിക്ക ദിവസങ്ങളിലും ഞാൻ നല്ല ക്ലീൻ ചെയ്ത് തന്നെ വെക്കാം, നല്ല കാണുമ്പോൾ രസമുള്ളൂ. ഇപ്പം അച്ചാച്ചനൊരു കോൾ വന്നു കേട്ടോ. അപ്പോൾ അത് ഞാനിങ്ങനെ അങ്ങോട്ട് നോക്കി. ഇപ്പോൾ ദേ അവിടെ എല്ലാം ക്ലീൻ ചെയ്തപ്പോൾ ഞാൻ ഓർത്തിനി ഗ്യാസും കൂടെ ജസ്റ്റ് ഒന്ന് തുടച്ച് വെക്കാൻ നോർത്തത്. അതിൻ്റെ ആ അടപ്പുകളെല്ലാം നല്ല ക്ലീൻ ചെയ്ത് നല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗ്യാസും നല്ല ക്ലീൻ ചെയ്ത് അടപ്പാക്കിയിട്ട് നല്ല സെറ്റാക്കി വെച്ചു. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഹോളിലോട്ട് പോവാം കേട്ടോ. ഹോളൊന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ സാറക്കുട്ടി ഇപ്പോഴും ഉറക്കം തന്നെയാണ്, എണീച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഓർത്ത് അപ്പോൾ ആ സമയം കൊണ്ട് ദേ ഹോളൊക്കെ നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അച്ചാച്ചൻ ഒരു സൂം മീറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് വന്നു, ബില്ല് കിട്ടി, ബീഫും കാര്യങ്ങളും ഒക്കെ. അപ്പം നമുക്കവിടെ കൊണ്ടുതരും കേട്ടോ. അപ്പം ഞാൻ തേങ്ങ ഇതുപോലെ വാങ്ങിക്കുക. അപ്പം പിന്നെ നമുക്ക് പൊട്ടിച്ചെടുക്കാനല്ലേ പിന്നെ പാട് വരും. അപ്പോൾ അവരോട് ഫുൾ തേങ്ങ പറഞ്ഞിട്ട് അതൊന്ന് പൊട്ടിച്ചും കൂടെ താന്ന് പറയുമ്പോഴത്തേന് അവർ പൊട്ടിച്ച് പാക്ക് ചെയ്ത് നമുക്ക് കൊടുത്തു വിടും കേട്ടോ. പിന്നെ നമുക്കത് കുത്തിയെടുത്താൽ മതിയല്ലോ, അല്ലെങ്കിൽ പിന്നെ ഭയങ്കര പാടാണ്. പിന്നെ കപ്പ പിന്നെ ഞാൻ കുതുക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഇട്ട് നല്ലപോലെ വേകുന്ന കപ്പയാട്ടോ, നല്ല കപ്പയാണേ. എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിട്ട് പറയുന്നതല്ല, നല്ല കപ്പ തന്നെ കേട്ടോ. പെട്ടെന്ന് വെന്ത് കിട്ടും നമുക്ക് കപ്പ. അത് നല്ല ടേസ്റ്റുമാണ്. പിന്നെന്താ കപ്പ, അപ്പം ഞാൻ ഓർത്ത് ആദ്യം എന്നാൽ കപ്പ അങ്ങ് വേവിക്കാനുള്ള സെറ്റപ്പ് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ എല്ലാം കൂടെ കിടന്ന് മിക്സ് ചെയ്തിട്ട് ഈ ചൂട് ഭയങ്കര ഒരടുപ്പിൽ ബീഫ് ഒരടുപ്പിൽ കപ്പയും കൂടെ വെക്കുമ്പോഴത്തേന് ചൂടടിച്ച് ഞാൻ വെന്ത് ഒരു പരുവാവും. അപ്പം ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ ആദ്യം കപ്പ അങ്ങ് ഒരു അടുപ്പയിൽ വെച്ച് ബാക്കിയെല്ലാം അരിഞ്ഞ് പറക്കി വരുമ്പോഴത്തേന് കപ്പ സെറ്റായി കിട്ടുമല്ലോ. അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് പിന്നെ ബീഫ് വെക്കുമ്പോഴത്തേക്കിന് അപ്പോൾ അത്രയും ഒരു ചൂടടിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ബീഫ് മാറ്റി വെച്ചു. അപ്പോൾ എല്ലാം കപ്പ അടുപ്പയിലും വെച്ചു. അപ്പോൾ ഞാൻ തേങ്ങയും ഒക്കെ കുത്തി ഇങ്ങനെ എടുക്കട്ടെ. ഞങ്ങൾക്ക് തേങ്ങ ഇങ്ങനെ എടുക്കുന്നത് എനിക്ക് എളുപ്പത്തിൽ അത് കിട്ടുന്നത് പെട്ടെന്ന് തന്നെ കിട്ടി. അപ്പോൾ ഒരു മുറി തേങ്ങ മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. 1 കിലോ ബീഫല്ലേ ഉള്ളൂ. അത് അത്യാവശ്യം വലിയ തേങ്ങയായിരുന്നു അവർ പ്രാവശ്യം കൊടുത്തു വിട്ടത്. ഞാൻ സവോളയുടെ കാര്യം പറയാം. സവോള ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് കണ്ണ് നീറും കേട്ടോ. അപ്പം ഞാനിങ്ങനെ വെള്ളത്തിൽ പൊളിച്ചിട്ട് ഒന്ന് നടുവേ കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ടേക്കും. അപ്പം അങ്ങനെ ആകുമ്പോൾ അരിയുന്ന സമയത്ത് കണ്ണുനീര് വരത്തില്ല, നമുക്ക് കരയേണ്ടി വരത്തില്ല. അപ്പം അത് ഞാനിങ്ങനെ കാണിച്ചു തന്നാ കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് പിച്ചാത്തിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഉള്ളി ഊത്തി വെക്കുമ്പോൾ കരയത്തില്ല. പക്ഷെ അതൊക്കെ എനിക്ക് കരച്ചിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഇത് നല്ലൊരു എഫക്റ്റാണ് കേട്ടോ, നല്ലൊരു ടിപ്സാണ്. അപ്പം അത്രയും എക്സ്ട്രീമായിട്ട് കരയുന്ന ആൾക്കാർക്കുണ്ടെങ്കിൽ ഒരു വെള്ളത്തിൽ ഇതിങ്ങനെ തൊലി കളഞ്ഞിട്ട് 2ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇടുക. എന്നിട്ട് ബാക്കിയെല്ലാം അരിയാനുള്ളതൊക്കെ അരിഞ്ഞിട്ട് സവോള എടുത്ത് അരിയുന്ന സമയം കൊണ്ട് നമുക്ക് കരച്ചിലൊന്നും വരത്തില്ല. അതിപ്പോൾ ഞാൻ എല്ലാം വേണ്ട സാധനങ്ങളെല്ലാം എടുത്ത് കപ്പയ്ക്കുള്ള അരപ്പും ഒക്കെ അരച്ചു വെച്ചു. അപ്പോൾ അച്ചാച്ചൻ അവിടെ മീറ്റിംഗ് ഉണ്ട്. അപ്പം നമുക്ക് നെറ്റ് തീരെ കിട്ടുന്നില്ല. അപ്പോൾ സൂം മീറ്റിംഗ് ആണ്, നെറ്റ് വേണമല്ലോ. അപ്പോൾ കറക്റ്റ് മോഡത്തിൻ്റെ അടുത്ത് വന്ന് അവിടെ ഇരിക്കുക കേട്ടോ.
അപ്പോൾ പിന്നെ ഫേസ് മാത്രമേ കാണുന്നുള്ളൂ, അതുകൊണ്ട് പിന്നെ ഡ്രസ്സിങ് ഒന്നും നോക്കുന്നില്ല. അപ്പോൾ ഇത് നമ്മുടെ കപ്പ സെറ്റായി വന്നിട്ടുണ്ട് ആ സമയം കൊണ്ട്. അപ്പോൾ ഞാൻ അരപ്പൊക്കെ ഇട്ട്, ഞാൻ തേങ്ങ കുറേ ഇടും കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് കൂടുതലുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കും, പക്ഷെ കുറച്ച് തേങ്ങ ഒക്കെ കൂടുതലിട്ടെങ്കിലേ കപ്പയ്ക്ക് ആ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തേങ്ങയൊക്കെ കുറേ ഇടും ഈ നമ്മുടെ കപ്പ വേവിക്കുന്ന സമയത്ത്. അപ്പോൾ അരപ്പൊക്കെ പൊടിച്ച് വരുമ്പോഴേക്കും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അത് ഇളക്കി നല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ കപ്പ വേവിച്ചത് റെഡിയായി. എന്താ നല്ല ചൂട് പറക്ക, നല്ല കുഴഞ്ഞിരിക്കുന്നുണ്ട, നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ബീഫ് കറി വെക്കാം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ, നമുക്ക് കപ്പ വേവിക്കലും ബീഫ് കറിയും മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ നല്ല ബീഫൊക്കെ എടുത്ത് നല്ല ബീഫായിരുന്നു കേട്ടോ. നമുക്ക് അധികം നെയ്യൊന്നും ഇഷ്ടമില്ല, അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ചേട്ടൻ അത് നല്ല രീതിയിൽ തന്നെ അധികം നെയ്യൊന്നും ഇല്ലാതെ കണ്ടില്ല, നല്ല പച്ച നെയ്യ് അല്ല ഇറച്ചി പോലെ ഇരിക്കുന്നത്. അപ്പം ഞാൻ ഈ ഇറച്ചി കഴിയുന്ന സമയത്ത് വിനാഗിരി ഒഴിക്കും കേട്ടോ. അപ്പോൾ അതും കൂടെ ഒഴിച്ച് കുറച്ച് ഉപ്പും കൂടെ ഒക്കെ ഇട്ട് കഴുകുമ്പോഴേ എനിക്കൊരു മനസ്സമാധാനത്തില്ല. അല്ലാതെ ഇപ്പോൾ ഒരു 10 വട്ടം കഴുകിയാലും എനിക്ക് ഈ വിനാഗിരി ഉപ്പും കൂടി ഇട്ട് കഴിയെങ്കിലേ എനിക്കൊരു സമാധാനമാകത്തുള്ളൂ. അപ്പം അങ്ങനെയും കൂടെ ഒരു 3-4 വട്ടം കഴുകി കഴിയുമ്പോൾ ബീഫ് നല്ല വെളുത്ത് നല്ല തക്കുട് പോലെ ആവും. അങ്ങനെ എടുത്തിട്ട് ഞാൻ പിന്നെ അത് ഊറ്റി വെച്ച്, അപ്പോൾ വെള്ളം വാർന്ന സമയത്തോട്ട് നമുക്ക് ഈ മസാല എല്ലാം വഴറ്റിയെടുക്കുമ്പോഴത്തേന് അതിൻ്റെ വെള്ളമെല്ലാം തോർന്ന് കിട്ടുമല്ലോ. അപ്പം അങ്ങനെ ഞാനത് എടുക്കുന്നത്. വെള്ളത്തിനിപ്പോൾ ഭയങ്കര ചൂടാട്ടോ. അപ്പോൾ ഈ സമയമായപ്പോഴത്തേക്കും നല്ല ചൂടായിട്ടുണ്ടേ. അപ്പോൾ അത് ഈ സമയം കൊണ്ട് സാറക്കുട്ടി എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാറക്കുട്ടി എണീറ്റ് വന്നപ്പോഴത്തേന് അപ്പൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ റൂമിൽ അവൾക്ക് ഫുൾ മറ്റേ ലൈറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ട് അവളെ ഇങ്ങനെ ഭയങ്കര ഡാൻസ് കളിപ്പിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വഴക്ക് പറഞ്ഞു, കൊച്ചു എണീറ്റ് വന്നല്ലേ ഉള്ളൂ, പല്ലൊന്നും ചെയ്യിപ്പിച്ചില്ല. അപ്പോൾ അതിന് മുമ്പ് ആടെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അവൾ എണീറ്റ് വന്നപ്പോഴത്തേന് റൂമിൽ മറ്റേ നമ്മുടെ LED ലൈറ്റൊക്കെ ഇട്ടിട്ട് വെറുതെ കിടന്ന് ചാടി മറിയാം കേട്ടോ. അത് ഓഫുള്ള ദിവസങ്ങളൊക്കെ അങ്ങനെയാണ്, നമ്മൾ രാത്രിയിലൊക്കെ ഇതുപോലെ ലൈറ്റൊക്കെ ഇട്ടിട്ട് കുറച്ച് ചില്ലാവും. അപ്പോൾ ഇപ്പോൾ സമയം പക്ഷേ ഇത് 11:30 ആയതേ ഉള്ളൂ. രാവിലെ എണ്ണീറ്റപ്പോഴേ ഇങ്ങനെ ഓണായി. ഇനിയിപ്പോൾ എന്താവുമെന്ന് അറിയത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു മതി നിർത്ത്, നമ്മൾ പോയി ബ്രഷൊക്കെ തേക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞ് പിന്നെ കൊണ്ടുപോയിട്ട്. അപ്പോൾ ഞാൻ ഓർത്തുന്ന ബീഫ് കറിയൊക്കെ വെച്ചിട്ട്, അപ്പോൾ അവരൊന്ന് കുറച്ച് ഡാൻസൊക്കെ ചെയ്തിട്ട് അപ്പോഴത്തേന് ആ സമയം കൊണ്ട് ബീഫ് കറിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കുക്കറിനകത്ത് വെച്ചു. അപ്പം നമ്മുടെ കപ്പ വേവിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ സാറക്കുട്ടി പല്ലൊക്കെ തേച്ചു, ഫുഡൊക്കെ കഴിച്ചു, കുളിപ്പിച്ചിട്ട് അവളിങ്ങനെ കളിക്കുന്നു. അപ്പം നമുക്കിത് ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ ടൈം ആയി അപ്പോഴത്തേക്കിന്. അപ്പോഴത്തേക്ക് നമ്മൾ കഴിക്കാനുള്ള ഫുഡൊക്കെ എടുത്ത് വെച്ചു കേട്ടോ. അപ്പോൾ ഇനി ഞാൻ അച്ചാച്ചനും കൂടെ ഫുഡ് കഴിക്കാണ്. സാറയ്ക്ക് കപ്പയും ബീഫൊന്നും കൊടുക്കത്തില്ല, അവൾ കഴിക്കത്തുമില്ല കേട്ടോ. അപ്പോൾ അവൾക്ക് ഞാൻ ചോറ് കൊടുക്കും. അവൾ നമ്മുടെ ഇടയ്ക്ക് വന്നിട്ട് അപ്പോൾ 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും നമുക്ക് നല്ല ഏത്തക്കാപ്പും ഉഴുന്നുവടയും മേടിച്ചിട്ട് വന്നു കേട്ടോ അച്ചാച്ചന്. അപ്പോൾ ചായ നമ്മുടെ വീട്ടിലനത്തി. അപ്പം ഇപ്പോൾ ചൂടായതുകൊണ്ട് പുറത്ത് പോയി കുടിക്കാനുള്ളൊരു മൂഡ് തോന്നിയില്ല. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പഴംപൊരിയൊക്കെ കാണുമ്പോൾ തന്നെ അറിയാലോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഉഴുന്നുവടയാണേലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ചില കടയിൽ നിന്നൊന്നും മേടിച്ച് എനിക്ക് അത്ര ടേസ്റ്റ് ഒന്നും തോന്നത്തില്ല, ഒരുമാതിരി എന്തോ പോലെ. അപ്പം നമ്മൾ വിചാരിക്കും ഇവരൊന്നും നാട്ടിൽ നിന്നുള്ള ഈ സ്നാക്സും കാര്യങ്ങളൊന്നും കഴിക്കാതെയാണോ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കും കേട്ടോ. അതുപോലെ ടേസ്റ്റ് ഇല്ലാത്ത സാധനം അത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ കയ്യിൽ നെയിൽ പോളിഷ് ഇടുവാണേ. അപ്പം ഞാൻ നെയിൽ പോളിഷിൻ്റെ മണം കേൾക്കുന്നുണ്ട്. സാറക്കുട്ടി എവിടുന്നേലും കൈയും കാലൊക്കെ ആയിട്ട് വരും കേട്ടോ. അപ്പം ഞാനത് തുറന്ന ഉടനെ സാറയ്ക്ക് മണം കിട്ടിയിട്ട് സാറ ഓടി വന്നു കൈയൊക്കെ ആയിട്ട്. അപ്പോൾ 2 കയ്യിൽ സാറയ്ക്ക് അടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പം ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്ന കാരണം എനിക്ക് അത്ര കറക്റ്റായിട്ടൊന്നും ഇടാൻ പറ്റുന്നില്ല. കൊച്ചിൻ്റെ കയ്യിൽ അവിടെ ഇവിടെയൊക്കെ ആയി പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് കണ്ടില്ലേ, എനിക്ക് തൂത്തൊന്നും കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അവളങ്ങ് 2 കയ്യിൽ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിന് പോയി. അപ്പം ഞാനും ഇത് റിമൂവ് ഒന്നും ചെയ്യുന്നില്ല. ഞാനിങ്ങനെ 1-2 വട്ടം ഇതിൻ്റെ മണ്ടയ്ക്ക് അടിച്ചു കൊടുത്തിട്ട് കളർ ചേഞ്ച് ചെയ്യണമെന്ന് തോന്നുമ്പോൾ മാത്രമേ പിന്നെ റിമൂവർ ഇട്ട് തുടച്ചിട്ട് ഫുള്ള് കളയത്തുള്ളൂ കേട്ടോ. അല്ലാതെ ഞാനിങ്ങനെ ഓരോ തവണ ഇടുമ്പോഴും ഇങ്ങനെ റിമൂവർ വെച്ചിട്ട് തുടച്ച് കളഞ്ഞിട്ടൊന്നും ചെയ്തില്ല. കാരണം ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരിക്കുന്നതിൻ്റെ മണ്ടയ്ക്ക് പോയി കാണുമല്ലോ. അപ്പോൾ അതൊന്ന് റീടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ മണ്ടയ്ക്ക് ഇട്ട് കൊടുക്കുന്നു എന്നുള്ള ഉദ്ദേശം മാത്രമേ എനിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ ഇരുന്ന് രാജമാണിക്യം സിനിമ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്തെ കുറേ ഇങ്ങനെ സീനൊക്കെ കണ്ടിട്ട് അതും നോക്കി ചിരിച്ചുകൊണ്ടൊക്കെയാണ് കേട്ടോ ഞങ്ങളിങ്ങനെ ഇരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു സമയത്ത്. അപ്പോൾ പഴയ സിനിമയൊക്കെ എനിക്ക് അച്ഛനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനാണെങ്കിൽ
ഒത്തിരി സിനിമ ഇങ്ങനെ വീണ്ടും വീണ്ടും കാണും കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പഴയ സിനിമകളുണ്ട്. ഇപ്പോഴത്തെ സിനിമയൊക്കെ എനിക്ക് ഇഷ്ടമുണ്ടെങ്കിലും എനിക്ക് പഴയ സിനിമകളോടാണ് കേട്ടോ ഇപ്പോഴും കൂടുതൽ ഭയങ്കര ഇഷ്ടം. അപ്പം അതൊക്കെ കഴിഞ്ഞു. ഇപ്പം ഞാൻ വേണ്ട ചായ കുടിച്ച പാത്രമൊക്കെ കഴുകി വെക്കുക. അച്ചാച്ചനും സാറക്കുട്ടിയും കൂടെ ഇതേണ്ട നമുക്കിവിടെ കുറച്ചൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ ഒരു കുറേ ഹുക്കുകളുണ്ടായിരുന്നു. അപ്പം അതൊക്കെ പശ പോയിട്ട് ഇളകിപ്പോയി. അപ്പം അത് പുതിയത് മേടിക്കാനായിട്ട് ഞാൻ അവരെ രണ്ടുപേരും കൂടെ താഴെ കടയിലോട്ട് പറഞ്ഞു വിട്ടു കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ തൂക്കണ്ടേണ്ട. അവിടെ ഞാനാണെങ്കിൽ ഒരു വേസ്റ്റ് എന്നുള്ളൊരു കവറും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വേറൊരു ഹുക്കേലായിരുന്നു ഇടുന്നത്. അപ്പോൾ അതൊക്കെ പോയ കാരണം എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ തേണ്ട അവിടെ ഒരു ആണിയുണ്ട്. അപ്പോൾ അതിൽ വെറുതെ ഞാൻ തൂക്കിയിട്ടേക്കാം കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഹുക്കും കാര്യങ്ങളൊക്കെ വേണം. പിന്നെ ആൾക്ക് കാർഡിന് എന്തൊക്കെയോ പേയ്മെൻറ്റും കാര്യങ്ങളും ചെയ്യാനുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും താഴോട്ട് പോയി. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ അവിടെ ഇപ്പോൾ ഉണ്ടായിരുന്ന പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുക. അതിനോട് വലിയ താല്പര്യമില്ല. നമ്മുടെ ബാറുണ്ടല്ലോ, അപ്പം ലിക്വിഡ് ആകുമ്പം എടുത്തൊഴിക്കാനും പിടിക്കാനും ഒക്കെ നല്ല കംഫർട്ടബിൾ ആയതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ കൂടുതൽ ലിക്വിഡാണ് യൂസ് ചെയ്യുന്നത്. നാട്ടിലാണെങ്കിൽ എനിക്ക് ലിക്വിഡാണ് ഇഷ്ടം കേട്ടോ. പക്ഷെ അവിടെ അമ്മ ഇങ്ങനെ നമ്മുടെ വിമ്മിൻ്റെ സോപ്പൊക്കെ വാങ്ങിച്ച് വെക്കാറുണ്ട്. അപ്പം ഞാനിങ്ങനെ എന്തൊക്കെയോ മേലോട്ടൊക്കെ നോക്കി ആലോചിച്ചുകൊണ്ട് പാത്രമൊക്കെ കഴുകി വെക്കുക കേട്ടോ. ഇനിയിപ്പോൾ അതിനകത്ത് ലിക്വിഡ് തീർന്നു. അപ്പം ഞാൻ ഇപ്പോൾ അത് റീഫിൽ ചെയ്യും. അപ്പം അതിങ്ങനെ മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കുമല്ലോ. അപ്പം നമുക്ക് തീരുന്നതിന് മുമ്പ് നമുക്ക് എന്തായാലും വേണമല്ലോ. അപ്പം അതൊക്കെ ഞാനിങ്ങനെ വെക്കും. പിന്നെ ഓരോ ട്രിപ്പും ഞാനിങ്ങനെ സിങ്ക് കഴുകിയിടും. എന്നിട്ട് 5 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും എന്തെങ്കിലുമൊക്കെ പാത്രം കഴുകാനുണ്ടെങ്കിൽ ഞാൻ അതിനെ പറ്റിയാട്ടോ പറയുന്നത്. ഞാനിങ്ങനെ ക്ലീൻ ആക്കി വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ ഞാൻ തന്നെ വന്ന് എന്തെങ്കിലുമൊക്കെ അത് ഇതൊക്കെ ഇട്ടിട്ട് പിന്നെ വീണ്ടും ഇങ്ങനെ തന്നെ ക്ലീൻ ചെയ്ത് വെക്കും. പിന്നെ നല്ലതാണ്, എപ്പോഴും വൃത്തിയായിട്ട് ഇരുന്നോളുമല്ലോ. അപ്പോൾ അതേണ്ട ഞാൻ അപ്പോൾ കുറച്ച് ലിക്വിഡ് തീർന്നു. അപ്പോൾ അത് വേറൊരു കുപ്പിയിലോട്ട് ഒഴിച്ചിട്ട് ഞാനിങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കട്ടോ. അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ച് ഞാനിങ്ങനെ ലൂസാക്കിയൊന്നും വെക്കത്തില്ല. എനിക്ക് കുറച്ച് പതയും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അതിൻ്റെ ഒരു ഒരു യെല്ലോ ഷെയ്ഡ് നിൽക്കുന്ന അത്രയും തന്നെ വെള്ളം വെക്കട്ടോ. അല്ലാതെ നീട്ടി പച്ചവെള്ളം പോലൊന്നും ആക്കത്തില്ല. അങ്ങനെ തന്നെ ചെറിയൊരു പണി കിട്ടി. അച്ചാച്ചൻ സാറക്കുട്ടിയും കൊണ്ട് താഴെ കടയിലോട്ട് പോയിക്കായിരുന്നേ. അപ്പോൾ കാർഡ് എടുത്തില്ല. ഇനിയിപ്പോൾ ഞാൻ കാർഡും കൊണ്ട് സൂപ്പർ മാർക്കറ്റിലോട്ട് ചെല്ലാൻ പറഞ്ഞു. ഇനിയിപ്പം വേറെ വഴിയില്ല, പോയിട്ട് വരാം. കാർഡൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ എന്തിനാണോ അപ്പനും മോളും കൂടെ സാധനം മേടിക്കാൻ പോയത് കാർഡ് എടുക്കാതെ. ഇനിയിപ്പം ഞാൻ പോവാം, അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും. എൻ്റെ ഫോണിലാണെങ്കിൽ ബാലൻസും ഇല്ല. അവിടെ കണ്ടില്ലെങ്കിൽ ഞാനവിടെ പോസ്റ്റ് ആവേണ്ടി വരും. ഈ ഒരു ഏരിയ നല്ല ഇരുട്ടാട്ടോ. കുഴപ്പമില്ല, ഈ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഇടയിൽ കൂടെ ആയതുകൊണ്ടേ കുഴപ്പമില്ലെന്നൊക്കെ ഞാൻ പറയുമെങ്കിൽ എനിക്ക് പേടിയാണ് ഗൈസ് ഇങ്ങനെ ഇരുട്ടത്തോടൊക്കെ തന്നെ പോകാനായിട്ട്. കണ്ടോ, 2 സൈഡും വണ്ടികൾ പാർക്ക് ചെയ്തിട്ടിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു ബിൽഡിങ്സ് ഉള്ള നമ്മുടെ സ്വന്തം ഏരിയ. ഫൈനലി നമ്മൾ മദീനയുടെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇനി അപ്പനും മോളും എവിടെയാണെന്ന് നോക്കട്ടെ. ഇത് എന്നതാ ബോബു? ഇതൊക്കെ എന്തിനാ വാങ്ങിച്ചേ? ഇവിടെ നിക്കാം. അല്ല, ഇവിടെ മേടിച്ചിട്ട് ഇവിടെ നിക്കാം. ഗത, സാറയ്ക്ക് ഗത കിട്ടി. അതവിടെ കൊണ്ടുവച്ചേരെ. ബാ, ഒന്ന് മതി. പോരെ. സാറായിക്കപ്പം അച്ഛൻ ഓൾറെഡി ഒരു പൂച്ചക്കുട്ടിയെ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പുറത്ത് പോയാലും ആ ഷോപ്പിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ടോയ്സ് സാറേ എടുക്കും കേട്ടോ.
പിന്നെ വെജിറ്റബിൾസിൻ്റെ ഒക്കെ അടുത്ത് വന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ, ഒരുപാടൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. കാരണം നമുക്ക് എന്തായാലും 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് വരേണ്ടി വരും. അപ്പോൾ അത്യാവശ്യം വേണ്ട 1-2 സാധനങ്ങൾ മാത്രം എടുത്തു. അപ്പം ഞാൻ പച്ചക്കറിയുടെ ഒക്കെ ഇടയ്ക്ക് ഫോണിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അച്ചാച്ചൻ വന്ന് ചോദിക്കും, ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാണ് എടുക്കുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവിടെ നിൽപ്പുണ്ട് കേട്ടോ അച്ചാച്ചൻ. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും വന്നല്ലേ 2 പച്ചക്കറിയൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങനെ എടുത്തുകൊണ്ട് പോവാണ് കേട്ടോ. അപ്പം നമ്മൾ ഇത്രയൊക്കെ എടുത്തിട്ടുള്ളൂ. അപ്പം ഞാൻ ബില്ല് ചെയ്യുകയാണേ. അപ്പം വെജിറ്റബിൾസൊക്കെ നമ്മൾ ആദ്യം ഒരു സ്ഥലത്ത് ബില്ല് ചെയ്യണം, എന്നിട്ട് ലാസ്റ്റിലെല്ലാം കൂടെ ഒന്നിച്ച് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം. അപ്പം അങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മളിങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനി എന്തെങ്കിലും സാധനം എടുക്കാനുണ്ടോ, എന്തെങ്കിലും നല്ല ഓഫറുകൾ വല്ലതും ഉണ്ടോ എന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണേ. അപ്പം അപ്പം എനിക്ക് ചെറിയൊരു സമ്മലൊക്കെ ഉണ്ട്, ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്. അതാണ് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മുഖത്തൊക്കെ കൈ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ബില്ലിങ്ങൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടോ. ഇന്ന് ഭയങ്കര തിരക്കായിരുന്നു എനിക്കൊന്ന്. ഇപ്പോൾ ഈ ഒരു ടൈം രാത്രിയായല്ലോ, അപ്പോൾ അതുകൊണ്ടായിരിക്കും. പിന്നെ കണ്ടില്ലേ നല്ല ട്രാഫിക്കും ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ ട്രാഫിക്കുണ്ട്, ഫുൾ അവിടെ ഇവിടെയെല്ലാം ബ്ലോക്കുമാണ്. നമുക്ക് ബില്ല് ചെയ്യാൻ സൂപ്പർ മാർക്കറ്റിൻ്റെ അകത്ത് നല്ല തിരക്കായിരുന്നു. അപ്പം നമ്മളിങ്ങനെ പോവുകയാണ്. അപ്പോൾ അച്ഛനിങ്ങനെ സാറക്കുട്ടി ട്രോളിയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം നമ്മുടെ സാധനങ്ങളൊക്കെ ട്രോളിയിലുള്ളതുകൊണ്ട് ഒരു വെയിറ്റ് ഫീൽ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ അതേപ്പറ്റിയൊക്കെ വർത്തമാനം പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. അപ്പം നമുക്ക് ഇപ്പോൾ തൊട്ടടുത്തൊരു അത് തന്നെ നമ്മുടെ ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ കണ്ടില്ല, അൽമദീന ഇത് കണ്ടല്ലേ, പുതിയൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങി. അപ്പോൾ അച്ഛൻ പറഞ്ഞു നമുക്ക് അവിടുത്തെ ഒരു മെനു കാർഡ് മേടിക്കുക, എന്നിട്ട് ഫുഡ് എന്തൊക്കെയാണെന്നൊക്കെ നോക്കിയിട്ട് ഇടയ്ക്ക് ഒന്ന് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മുമ്പേ പോയത്, ഞാൻ വന്നത് കച്ച വഴിയാണല്ലോ, അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ റോഡേ പോകുന്ന റൂട്ട് കേട്ടോ. അപ്പോൾ സാറക്കുട്ടി ട്രോളിയിലായതുകൊണ്ട് സാധനം ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉന്തിക്കൊണ്ട് പോകാനായിട്ട് എളുപ്പമുണ്ട്. കച്ചയിൽ കൂടെ പോയി കഴിയുമ്പോഴത്തേന് മണ്ണായതുകൊണ്ട് ട്രോളി വീൽ ഉരുണ്ട് പോകത്തില്ലല്ലോ. അപ്പം അങ്ങനെ നമ്മളിപ്പം ഇങ്ങനെ നേരെയുള്ള വഴി കൂടെ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഏരിയ ഫുള്ള് നമുക്ക് നമ്മുടെ വെഡ്ഡിങ് ഇവൻറ്റ്സിൻ്റെ കുറേ ആൾക്കാരാണ് കേട്ടോ. കണ്ടില്ലേ, ഓരോ ഇതിലും ഓരോ ആൾക്കാരുടെ ഏരിയ ആണ് കേട്ടോ, ഓരോ ആൾക്കാരുടെ കടകളാണ്. കണ്ടില്ലേ, നല്ല രസമുണ്ട് കേട്ടോ. അവർ അതിനകത്തൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാർഡും കാര്യങ്ങളും നമ്മുടെ ഡെക്കറേഷനും അങ്ങനത്തെ ഒക്കെ അവർ സെറ്റ് ചെയ്തിട്ട് അതിനകത്ത് ആൾക്കാർ ഇരിപ്പുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ എന്തെങ്കിലും ബർത്ത്ഡേ പാർട്ടി അല്ലെങ്കിൽ മാരേജ് ഫംഗ്ഷൻ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് പറയുകയാണെങ്കിൽ അവരതിനുള്ള നമ്മുടെ നാട്ടിലെ ആൾക്കാരെ പോലെ തന്നെ നല്ല രസമാട്ടോ അത് കാണാൻ. അവർ സെറ്റ് ചെയ്ത് ഇത് കണ്ട് നമ്മളിങ്ങോട്ട് കയറുന്ന ഒരു വഴിക്ക് ആരോ നട്ട കുറച്ച് കൃഷികളാട്ടോ. നമ്മുടെ കുറേ ഏരിയയിൽ ഞാനിതുപോലെ പച്ചമുളകും നമ്മുടെ മത്തങ്ങയൊക്കെ ഇല്ലേ, അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മുടെ ബിൽഡിംഗ് ആട്ടോ ഈ ലൈറ്റൊക്കെ തൂക്കിയിട്ടിരിക്കുന്നത് അതൊരു റെസ്റ്റോറൻറ്റിൻ്റെ ബിൽഡിംഗ് ആണ് ഇത്. നമ്മുടെ ബിൽഡിങ്ങിൽ ലൈറ്റ് ഇടാൻ കാരണം എനിക്കൊന്ന് താഴെയൊക്കെ നമ്മുടെ ഇവിടെയും നമ്മുടെ വെഡ്ഡിങ് ഇവൻറ്റ്സിൻ്റെ ഇതുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ കടകളുണ്ട്, അപ്പോൾ അതുകൊണ്ടായിരിക്കും മേ ബി അവർ തൂക്കിയിട്ടിരിക്കുന്നത്, കണ്ടില്ലേ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ബിൽഡിങ്ങിൽ അപ്പോൾ നമുക്ക് കയറുന്നത് ബാക്ക് സൈഡിൽ കൂടെ കേട്ടോ. നമ്മൾ കണ്ടത് ഫ്രണ്ട് സൈഡാണ്, നമ്മൾക്ക് റൂമൊക്കെ ബാക്ക് സൈഡിൽ കൂടെ കയറിയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതേ റൂമിലെത്തി. ട്രോള് പൊക്കി കയറ്റിയാൽ ഭയങ്കര പാടാട്ടോ, സ്റ്റെപ്പ് ആയതുകൊണ്ടേ ഈ സാധനം കൂടെ ഉള്ളത് കൊണ്ട്. അപ്പം ഇത് നല്ല ചൂടുണ്ട്. അപ്പം ഞാനിങ്ങനെ വേർത്ത് കുളിച്ചിരിക്കുന്നത് കാണിക്കുകയാണ് കേട്ടോ. അധികമൊന്നും പോയില്ലെന്ന് പറഞ്ഞാലും ഇപ്പോൾ പുറത്ത് ഭയങ്കര ചൂടാണ്. അപ്പം അതിനെപ്പറ്റി അകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേക്കിന് വല്ലാത്തൊരാശ്വാസം. സാറതെ വന്ന ഉടനെ മുട്ടായി എടുക്കുക കേട്ടോ. ട്രോളിയൊക്കെ കമത്തിയിട്ടിട്ടാണ് അവൾ മുട്ടായി കയ്യിലെടുത്ത്. ഇനിയിപ്പോൾ അത് പൊട്ടിച്ച് കയ്യിലെടുക്കാനുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ അത് കഴിക്കാനായിട്ട് ആ മുട്ടായി പൊട്ടിക്കാനായിട്ട് അച്ഛൻ്റെ കൊടുത്ത് രണ്ടുപേരും കൂടെ കവർ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിച്ച് ആ മുട്ടായി താഴെ ഇട്ടു കേട്ടോ, മൊത്തം കൂടെ താഴെ ഇട്ട്. അപ്പോൾ സാറക്കുട്ടിയെ കൊണ്ട് തന്നെ എല്ലാം എടുപ്പിച്ചിട്ട് ഞാനിങ്ങനെ അവൾക്ക് ബൊക്ക കൊടുക്കുന്ന പോലെ കൊടുക്കാം കേട്ടോ. അവളത് അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടല്ലോ നോക്കിക്കൊണ്ട്. അപ്പം ഇത് ഫുള്ളൊന്നും ഞാൻ അവൾക്ക് ഒറ്റ ട്രിപ്പിന് കഴിക്കാനൊന്നും കൊടുക്കത്തില്ല കേട്ടോ. അവൾ വഴക്കുണ്ടാക്കും, ഇങ്ങനെ ഓരോന്നോരോന്ന് ചോദിച്ചിരിക്കും. അപ്പം ഞാൻ നൈസായിട്ട് അതിനകത്തൊന്ന് കുറേ എടുത്ത് മാറ്റിയിട്ട് ആ കമ്പിനകത്ത് 1-2 എണ്ണം കുത്തി കൊടുക്കും കേട്ടോ. എന്നിട്ട് പിന്നെ അങ്ങനെ മുന്നോട്ട് പോകും. പിന്നെ ഇപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിച്ച സാധനങ്ങൾ കേട്ടോ. ഒരു ഇഡ്ഡലി ബാറ്റർ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഫ്രൈയോ എന്ന് നമ്മുടെ KFCയുടെ ഒരു അനിയനെ പോലെ ഒരാളെ ഫ്രൈയോ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടുന്ന് ചിക്കൻ വാങ്ങിച്ചാണ് കഴിക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ബണ്ണ് സാറക്കുട്ടി കഴിക്കാണ് കേട്ടോ. അപ്പം നമ്മളിത് വന്നിങ്ങനെ ഇരുന്ന് ഫുഡൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ നമ്മൾ മേടിച്ച റെസ്റ്റോറൻറ്റിലെ മെനു കാർഡ് വെറുതെ ഇങ്ങനെ
നോക്കുക കേട്ടോ, എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഫുഡും കാര്യങ്ങളും എന്നൊക്കെ റേറ്റും കാര്യങ്ങളും നോക്കുകയാണ്. അപ്പം നമ്മൾ അന്യൻ മൂവി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ അങ്ങോട്ടും ഒന്ന് ശ്രദ്ധിച്ച് നിൽക്കുന്നുണ്ട്. അപ്പം എന്താ പറയുക, അങ്ങനെ പഴയ സിനിമകളൊക്കെ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്ന സമയത്തൊക്കെ വെക്കും കേട്ടോ. ഇഷ്ടമുള്ള കാണാൻ നല്ല മൂവീസൊക്കെ ഇങ്ങനെ വെച്ച് നമ്മൾ ഇടയ്ക്ക് കാണാറുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോവാണല്ലോ, അപ്പം മൂവി വെച്ചു. അപ്പം ഞാനിങ്ങനെ ഇതിനെപ്പറ്റി നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ആധികാരികമായി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഏത് ഫുഡ് നമുക്ക് അടുത്ത ആഴ്ച വാങ്ങിക്കാം എന്ന് ഞാനിങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പം ഇതിങ്ങനെ എടുത്തു. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മുടെ KFC പോലെ തന്നെ വേറൊരു, ഞാൻ പറഞ്ഞില്ലേ KFCയുടെ ഒരു അനിയനായിട്ട് പറയും, വകയിലെ ഒരു അനിയനായിട്ട് വരും കേട്ടോ. അപ്പം ഞാനിങ്ങനെ ചുമ്മാ ലെഗ് പീസൊക്കെ എടുത്ത് കടിച്ച് കാണിക്കാൻ കേട്ടോ. അപ്പോൾ ഇവരുടെ മയോണൈസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ലൊരു ടേസ്റ്റ് ഉണ്ട്, ഒരു എന്താ ലൈറ്റ് ഓറഞ്ച് കളറുള്ള ഒരു മയോണൈസൊക്കെ കിട്ടും, അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ കാണിക്കട്ടെ, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഫ്രൈയോയ്ക്കകത്ത് കിട്ടുന്ന ഈ ഒരു മയോണൈസ്, ഐ ലവ് ഇറ്റ്. ഞാനിങ്ങനെ അറഞ്ചം പുറഞ്ചം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാറക്കുട്ടിക്ക് നമ്മൾ ഇപ്പം ബണ്ണ് കഴിച്ചു, ഇനിയിപ്പം നമ്മൾ എന്തെങ്കിലും ഫുഡ് കൊടുക്കും കേട്ടോ. എന്തെങ്കിലും ഫുഡ് എന്നല്ല, ഞാനിപ്പോൾ ചോറ് കൊടുക്കും, കുറച്ച് കഴിഞ്ഞിട്ടേ കൊടുക്കത്തുള്ളൂ, കാരണം ഇതിൻ്റെ എല്ലാം കൂടെ പുറകെ കൊടുക്കത്തില്ല. അപ്പം ചോറൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഈ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങും കേട്ടോ. വേറെ ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.